ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ടിപ്സുകളാണ്. അതായത് ഞാനിതിൽ ഒരു 3 ഹെയർ സ്റ്റൈൽസാണ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലുകൾ തന്നെയാണ്, വലിയ മാറ്റമുള്ളതൊന്നുമല്ല. പക്ഷേ നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് എങ്ങനെ വെക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അധികം നീട്ടാതെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 ഹെയർ സ്റ്റൈൽ ടിപ്സുകളാണ് പരിചയപ്പെടുന്നത്. 3 ഹെയർ സ്റ്റൈലുകളും അത് ഭംഗിയായിട്ട് വെക്കാനുള്ള കുറച്ച് ടിപ്സും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഭാവിയിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ള, നമ്മുടെ ഹെയർ സ്റ്റൈലുകൾക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ബാൻഡ് വേണം, കണ്ടോ, റബ്ബർ ബാൻഡ് പോലത്തെ ബ്ലാക്ക് കളറിലുള്ള ഇതുപോലത്തെ ബാൻഡ് വേണം. മുടി ടൈ ചെയ്ത് വെക്കാനുള്ള ബ്ലാക്ക് കളറിലുള്ള ഈ ബാൻഡുകൾ വേണം കേട്ടോ. അപ്പോൾ അത് വേണം. പിന്നെ ഇതുപോലത്തെ ഒരു ക്ലച്ച് വേണം. ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതുമാതിരിത്തെയോ ഉള്ള ക്ലച്ച് വേണം കേട്ടോ. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഈർക്കിൾ സ്ലൈഡ് വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പം ചെയ്യാൻ പോകുന്നത് ബാക്കിലോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫ്രണ്ടിലോട്ട് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എങ്ങനെ ശരിക്കും കെട്ടണ്ടേന്ന്. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞിരുന്നിട്ട് എങ്ങനെയൊക്കെ കെട്ടണ്ടേന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് പോണിറ്റെയിലാണ്. അതൊരു കോമൺ ഹെയർ സ്റ്റൈലാണ്. പലരും പോണിറ്റെയിൽ കിട്ടുന്നവരായിരിക്കും, പലരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ ടിപ്പ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം പോണിറ്റെയിൽ കെട്ടട്ടെ കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലച്ച് ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഹെയർ ഒന്ന് പിരിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ടൈ ചെയ്തിരുന്ന ഭാഗത്തേക്ക് ഈ ക്ലച്ച് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് വെച്ച് കൊടുക്കുക. അതാ ഈ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹെയർ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ള പോലെ തോന്നും. പൊണിറ്റെയിലിന് നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ. അപ്പോൾ തീരെ ഉള്ളു കുറഞ്ഞ മുടിക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ നന്നായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. അടുത്തത് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈലാണ്. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പുട്ടപ്പ് ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ അമ്മക്കിട്ടുണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഇരിക്കാറില്ല കേട്ടോ, എപ്പോഴും അഴിഞ്ഞു വീഴും. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ ഹെയർ മൊത്തം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിരിക്കുക ഹെയർ. ഇതുപോലെ ഒന്ന് പിരിച്ചിട്ട് കണ്ടോ, ഇതുപോലെ ചുറ്റും ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അഴിഞ്ഞു വീഴുന്ന ഹെയറൊക്കെ ആണെങ്കിൽ 2-3 ഹെയർ പിൻ വെച്ചിട്ട് നല്ല പോലെ പിൻ ചെയ്ത് കൊടുക്കുക. ഈ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഹെയറിൻ്റെ റൂട്ടും അതുപോലെ തന്നെ ബണ്ണിലെ ഹെയറും കൂടി കണക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നല്ല പോലെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇത് അഴിയില്ല, സ്റ്റാർട്ടിങ്ങിലല്ലേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഹെയർ പിൻ ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക്. ഇനിയും ചുറ്റിയിട്ട് നമ്മുടെ ഹെയറിൻ്റെ എൻഡ് ഉണ്ടല്ലോ, അതും ഈ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഹെയർ പിൻ കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്, ഈ അടുത്ത് ഭയങ്കര ട്രെൻഡാണ്. ഇതിൽ നിന്ന് കുറച്ചൊക്കെ മുടി പുറത്തേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര ട്രെൻഡാണ്. മിക്കവർക്കും ഈ ഹെയർ സ്റ്റൈൽ അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഈ നമ്മുടെ ഹെയറിൻ്റെ എൻഡും ഇതുമാതിരി ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒരു പിൻ വെച്ച് നല്ലപോലെ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് കുറച്ച് മുടിയൊക്കെ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കാം. അതൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുടിയൊക്കെ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഫൈനലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ബാൻഡ് ഉണ്ടല്ലോ, ആ ബ്ലാക്ക് ബാൻഡ് കൊണ്ട് നല്ലപോലെ ടൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് അഴുകില്ല കേട്ടോ, നല്ല ഉറപ്പിലിരുന്നോളും. ഞാൻ ചെയ്യാറ് ഈ ഹെയർ സ്റ്റൈലാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിനൊരു വേവി നേച്ചർ വരും, ഒരു വേവി നേച്ചർ കിട്ടും നമ്മുടെ ഹെയറിന്. ഓക്കെ,
അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ഇനി നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. ഇതിൽ നമ്മളെങ്ങനെയാണ് ചെയ്യണം, നമ്മുടെ ഇഷ്ടമുള്ള വാച്ചിലെടുക്കുക. വാച്ചിലെടുത്തിട്ട് വാച്ചിലിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഹെയർ എടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മുടെ വാച്ചിലിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഹെയർ ഇങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ രണ്ട് സ്ട്രാൻഡും കൂടിയിട്ട് നല്ലപോലെ ടൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ബാൻഡ് വെച്ചിട്ട് നല്ലപോലെ ടൈ ചെയ്ത് കൊടുക്കാം. ടൈ ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇട്ട് തിരിക്കാം. തിരിച്ചിട്ട് ഇതിനുള്ളിലേക്ക് നമ്മുടെ എല്ലാ ഹെയറും കണ്ടോ ഇതുപോലെ തിരിച്ചിട്ട് നമ്മുടെ എല്ലാ ഹെയർ എടുത്തിട്ട് ഈ സ്ട്രാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സ്ട്രാൻഡ് ബാക്കോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കണ്ടോ താഴെ കൊണ്ടിടുക. ഇനി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഈ സ്ട്രാൻഡ് ടൈ ചെയ്ത് കൊടുക്കാം. അതായത് എന്താ പറയുക, ടൈറ്റാക്കി കൊടുക്കാം. ടൈറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ പിന്നെ ഫ്രണ്ടിലോട്ട് വന്ന് വീഴില്ല. കണ്ടോ, നല്ല പോലെ ഒരു ഹെയർ ബാൻഡ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ആവശ്യത്തിന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ഈ ഫൈനൽ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഹെയർ ബാൻഡ് മാതിരിയാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ലൂസായിട്ട് വരികയാണെങ്കിൽ നമ്മളിവിടെ ബാൻഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ മുടിയൊന്നും അധികം നമ്മുടെ മുഖത്തേക്കൊന്നും വീഴില്ല, ഫ്രണ്ടിലോട്ടൊന്നും അങ്ങനെ അധികം വരില്ല. ഒരു ഹെയർ ബാൻഡ് മാതിരി പോലെ ഇരുന്നോളും. കണ്ടോ, നല്ല പോലെ അധികം പറന്നും മുഖത്തേക്കൊന്നും വീഴില്ല. ഇത് പിന്നെ ഞാനിങ്ങനെ വെട്ടിയിട്ടിട്ടുള്ളത് ആയതുകൊണ്ട് ഇതിവിടെ കിടന്നോളും. ഇതിൻ്റെ ഇപ്പുറത്തുനിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. നമ്മൾ ഏത് ഹെയർ സ്റ്റൈലാണോ, അതായത് വാച്ചിലാണ്, വാച്ചിൽ നമ്മൾ ഏതാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് രണ്ടെൻഡിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയ മുടിയല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ അതിങ്ങനെ കിടന്നോളും, എനങ്ങാണ്ട് കിടന്നോളും, ഒരു ഹെയർ ബാൻഡ് മാതിരി കിടന്നോളും. അതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ബാക്കി രണ്ട് നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ ഇത് മൂന്നാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ സ്റ്റൈലുകൾ. ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ഹെയർ സ്റ്റൈലുകളാണ്. നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇത് ചെയ്യാം. നമ്മൾ മുടി വെറുതെ അയച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സെക്യൂർഡായിട്ടിരുന്നോളും. നമ്മളധികം ഹെയറൊന്നും ഫ്രണ്ടിലോട്ടൊന്നും വരില്ല, നല്ല ഇതിൽ ഒതുങ്ങിക്കിടുന്നോളും അവിടെ. അങ്ങനെ മറ്റേതാണെങ്കിലും നമ്മൾ ഒരു പുട്ടപ്പ് ഹെയർ സ്റ്റൈലാണ്. നമുക്ക് ഈസി ആയിട്ട് പുറത്തോട്ട് പോകുമ്പോഴും ഒക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് ഭയങ്കര ട്രെൻഡാണ് ആ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ചെയ്തത് അത് നമ്മൾ പോണിറ്റെയിലാണ്. പോണിറ്റെയിൽ കിട്ടുന്ന കുറേ പേരുണ്ട്. അത് നമുക്ക് എപ്പോഴും നല്ലപോലെ വിരിഞ്ഞ് നിൽക്കാൻ, നല്ലപോലെ ഉള്ളുള്ള പോലെ തോന്നിക്കാനാണ് ഇഷ്ടം. തോന്നിക്കുന്നത് നമ്മൾ വേറെ രീതിയിൽ ഇങ്ങനെ ചീർപ്പുകൊണ്ട് ഉള്ളു തോന്നിക്കുകയാണെങ്കിൽ ഇതങ്ങനെ ചീർപ്പുകൊണ്ട് അതിങ്ങനെ ഒരു ഫസ്റ്റത്തെ ലെയർ എടുത്തിട്ട് ഇങ്ങനെ ചിക്കി കൊടുത്താൽ മതി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉള്ളു തോന്നിക്കും. പക്ഷേ അത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല എപ്പോഴും അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുപോലൊരു ക്ലച്ച് ഉണ്ടെങ്കിൽ ഇതുപോലൊരു ക്ലച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടുപോലെ ഭംഗിയായിട്ട് നിന്നോളും. അപ്പോൾ ഇത് മൂന്നാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ. അതിൻ്റെ കുറച്ച് ടിപ്സുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.